ഹലോ, ഇന്നത്തെ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് നമ്മളെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടും വലിയ അറിയാത്തവർക്കൊക്കെ കാണാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇന്ന് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് അറിയുന്നുണ്ടാവില്ല തെങ്ങ് എങ്ങനെ ഉണ്ടാകുന്നതെന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ എല്ലാവർക്കും അറിയാം തേങ്ങയിൽ നിന്ന് തെങ്ങ് ഉണ്ടാകുമെന്ന്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കിയത് തേങ്ങ ഇവിടെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഒരു തെങ്ങും തൈയാണ് ഇത് കാണുന്നത്. അത് ഒരു കുറച്ച് വലിപ്പമുള്ള തെങ്ങും തൈയാണ്. ഇതാണ് ഈ പട്ടയോടെ കൂടിയിട്ടുള്ള. അതിൽ നമുക്ക് കറക്റ്റ് സൂം ചെയ്താൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ചെറിയൊരു കൊതുമ്പ് രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. അതിന് പ്രൊട്ടക്ഷൻ ചെയ്തിട്ടാണ് അതിനുള്ളിൽ നിന്ന് നമ്മളെ ഓരോ പട്ടയും വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതിലോട്ട് പോവാം. നമ്മൾ തേങ്ങ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനുള്ളിൽ നിന്ന് പൊളിച്ച് വെച്ചതാണ്, അതുകൊണ്ടാണ് ഇതിന് കാണിക്കുന്നത്. പൊളിക്കുന്ന സമയം പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഞാൻ പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ 3 ഹോൾസ് ഉണ്ട്. 3 ഹോൾസ് തന്നെ തേങ്ങൻ്റെ കണ്ണ് എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ ഇതും 3 ഉണ്ട് അല്ലേ. ഇതിൽ നമ്മൾ സാധാരണ നമ്മൾ വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് പാകമായിട്ട് ഹോൾസൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഹോൾസാണ്. കുറച്ച് വീതി കൂടിയത്, മറ്റേ രണ്ടും വീതി കുറഞ്ഞതാണ്. ഇതുകൊണ്ട് നമുക്ക് ആർട്ടൊക്കെ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒരു എലിയുടെ രൂപമൊക്കെ മുഖമൊക്കെ ആയിട്ട് വരും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യാം. അത് ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് നമുക്ക് പലതും ചെയ്യാൻ പറ്റും. ചിരട്ടയിൽ ചെയ്യാം, അതുപോലെ തേങ്ങയിൽ ചെയ്യാം, അങ്ങനെ പലതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇന്ന് പറയാൻ പോകുന്നത് തെങ്ങ് എങ്ങനെ ഉണ്ടാകുന്നതാണ് അല്ലേ. അപ്പോൾ തേങ്ങ മുളച്ച് വരുന്ന ഭാഗമാണിത്. ഈ 3 കണ്ണിൽ ഈ ഭാഗത്തു കൂടെയാണ് നമ്മുടെ തേങ്ങേൻ്റെ ആ മുള വരുന്നത്. മുള വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ തേങ്ങേൻ്റെ ഉൾഭാഗം ചകിരി തോടടക്കമാണ് നമ്മൾ മുളച്ച് വരിക. സാധാരണ ഇങ്ങനെ ഇട്ട പെട്ടെന്ന് മുളക്കണമെന്നില്ല. നമ്മൾ പ്രൊട്ടക്ഷൻ ചെയ്ത ഈ ചകിരിയും കാര്യങ്ങളും തേങ്ങ മുഴുവനായിട്ടുണ്ടെങ്കിലാണ് മുളക്കാൻ സാധ്യത കൂടുതൽ. മറ്റേത് മുളക്കാൻ പ്രയാസമാണ്. ഇതിനുള്ള പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ കണ്ടോ, ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം. ഇതിൽ കുറേ ലയിച്ച് ചേർന്നിട്ടുണ്ട് ചകിരിയോട്. സാധാരണ നമ്മൾ ഒരു പച്ചത്തേങ്ങ പൊളിക്കുമ്പോൾ കുറേയൊക്കെ ഇതിലുണ്ടാവും, കുറേയൊക്കെ അധികം ചകിരി തന്നെയാണ് ലയിച്ച് ചേരുന്നുണ്ടാവും. പക്ഷേ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം വലിയ തയ്യായ്പതുമ്പോൾ ഇങ്ങനെ അടർന്ന് പോയിട്ട് അതിലേക്ക് ചകിരി തോടിലേക്ക് ലയിച്ച് പോയിട്ടുണ്ട്. സാധാരണ ഇതിങ്ങനെ വലുതായി വന്നിട്ട് എന്ത് ചെയ്യും, തെങ്ങിൻ്റെ ഈ തൈ വലുതാവുന്നതിനനുസരിച്ചിട്ട് ഇത് വലുതാവുന്നതിനനുസരിച്ചിട്ട് ഈ ചകിരി ഇല്ലാണ്ടാകും. ചകിരി മണ്ണിലേക്ക് ലയിച്ച് പോവുക ചെയ്യാം. പിന്നെ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് കുറേ കാലങ്ങൾക്ക് ശേഷം ഇതും ഇല്ലാതാവും. അങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറ്. ഏകദേശം വലിയ തൈയായി കഴിഞ്ഞാലും നമുക്കിത് കാണാൻ കഴിയും. ഏകദേശം കുറച്ച് അത്യാവശ്യം വലുപ്പമൊക്കെ വന്നാലും കാണാൻ കഴിയും ഇത്. കാരണം അത് ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഇതിൽ പൊങ്ങുന്ന സംഭവമുണ്ട്. അത് തേങ്ങ അതിൻ്റെ ഉള്ളിലാണ് പൊങ്ങുണ്ടാവുക. വെള്ളം വറ്റി പൊങ്ങുണ്ടായി വരുമ്പോൾ എന്ത് ചെയ്യും, പൊങ്ങ് വലുതാവും തോറും വെള്ളം വറ്റിയിട്ട് പൊങ്ങായി മാറും. അത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നിന്നാണ് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും കറക്റ്റായിട്ട് പുറത്തേക്ക് ഈ തൈ ഇതിൻ്റെ കൂമ്പ് അഥവാ ഇതിൻ്റെ നമ്മൾ മുള അടക്കം വേര്, ഓരോ വേരും പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ ഒരു തേങ്ങൻ്റെ ഇതിനുള്ളിൽ നിന്ന് വന്നതാണ്. നമ്മൾ കാണിച്ചു തന്ന ഇതിനുള്ളിൽ നിന്ന് വന്നതാണ്. ഇതിനുള്ളിൽ നിന്ന് കണ്ടോ, ഇതിനുള്ളിൽ നിന്നാണ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ വേരും ഇപ്പോൾ നമ്മൾ തെങ്ങിൻ്റെ വേരിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ, പടർന്ന് പിടിക്കുന്ന വേരാണ്. കണ്ടോ, പടർന്ന് പിടിക്കുന്ന ഒരു ഐറ്റം വേരാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യും, മണ്ണിലേക്ക് ഇതിപ്പോൾ തേങ്ങയുടെ ഇതാണെങ്കിൽ അത് ജസ്റ്റ് കാണിച്ചു തരാം. ഉദാഹരണം ഇതിപ്പോൾ ഒരു തേങ്ങ മുളച്ചതാണ്. കണ്ടോ, ഇതിൻ്റെ കൂമ്പ് വന്നത് ചകിരി പൊളിച്ച് അതിലേക്ക് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ചെറിയൊരു തൈയാണിത്. അപ്പോൾ അതിൻ്റെ വേര് വന്നത് കണ്ടോ, അതിൻ്റെ അടിഭാഗത്ത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ തേങ്ങ എങ്ങനെയാണ് എടുക്കുന്നത് അതിൻ്റെ അടിഭാഗത്ത് തന്നെയല്ല വേര് വരിക. അപ്പോൾ അങ്ങനെയാണ് സാധാരണ നമ്മൾ തേങ്ങ കുഴിച്ചിടുമ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെയാണ് കുഴിച്ചിടുക, മണ്ണിൽ ഇങ്ങനെ കുഴിച്ചിടും കറക്റ്റായിട്ട് വരാൻ വേണ്ടി. ഇതിപ്പോൾ ശരിക്കും എങ്ങനെയോ വീണ് കിടന്ന് മുളച്ചിട്ടാണ് ഇങ്ങനെ മുകളിലേക്ക് വന്നത്. ഓക്കെ, ഇതിൽ ഞാൻ തേങ്ങ പൊളിച്ചിട്ടുള്ള ഒരു ഇത് കാണിച്ചു തരാം. കൂടുതൽ വേരുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ വേറൊരു തേങ്ങ നമ്മൾ പൊളിച്ചിട്ട് കൂടുതൽ വേര്, കാരണം അതിന് കൂടുതൽ വരാൻ കാരണം അത്രയും വലിയൊരു പട്ടയാണിത്. അത്യാവശ്യം വലുപ്പം വന്നിട്ടുണ്ട് പട്ട. ഓക്കെ, ഇതിനെ അപേക്ഷിച്ചിട്ട് അതായത് നമ്മൾ ആദ്യം കാണിച്ചത് അതിനെ അപേക്ഷിച്ചിട്ട് നോക്കുമ്പോൾ ഇത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു പട്ടയായി മാറിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യം കാണിച്ചത്, ചെറിയ പട്ടയാണ്. ഓക്കെ, അപ്പോൾ പൊളിച്ചിട്ട് കാണിച്ചു തരാം. തേങ്ങയുടെ ഉള്ളുഭാഗം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പൊട്ടിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും അറിയാം അതൊക്കെ സിമ്പിളാണ്, എന്നാലും കാണിക്കുകയാണ്. പൊട്ടിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ പുറം ഭാഗം വെച്ചിട്ട് പൊട്ടിക്കണം, അല്ലെങ്കിൽ കയ്യിൽ മുറിയാവും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നടത്തി കൊടുക്കുക. നമുക്ക് അപ്പോൾ പറഞ്ഞ പോലെ ഇതാണ് പൊങ്ങ്. ഈ പൊങ്ങ് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല ടേസ്റ്റുള്ള പൊങ്ങ് പോലെ, കാരണം ഇവിടെ നെയ്യുണ്ട്, അത് കട്ടിയായത് അത് പ്രൊട്ടക്ഷനാണ് ഇതൊക്കെ കേട്ടോ.
ഇത് പൊങ്ങ്. അപ്പോൾ നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം, ചെറിയ ഭക്ഷണം കഴിച്ചു നോക്കാം. ഇതുണ്ടോ, വാവ്, സൂപ്പർ, അടിപൊളിയാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ മുളച്ച് കഴിഞ്ഞിട്ട് ഇത് പരീക്ഷണമൊക്കെ നടത്തിയിട്ട് എന്ത് ചെയ്യാം, പൊങ്ങ് പൊട്ടിച്ചിട്ടൊന്ന് കഴിച്ചു നോക്കുക, ടേസ്റ്റിൻ്റെ പറയണം. അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പിന്നെ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്